ഡൊണാൾഡ് ട്രംപ് വരെ വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ജന്മദിനാശംസകൾ നേർന്നിരുന്നു. ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണക്കമാണ്. എന്നിട്ട് പോലും ട്രംപ് വിളിച്ച് നരേന്ദ്രമോദിയോട് മൈ ഫ്രണ്ട് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നെതന്യാഹു ജന്മദിനാശംസകൾ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി എന്നല്ല പറഞ്ഞത്, അദ്ദേഹം നരേന്ദ്ര എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘികൾ തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ വിഷണ്ണനായിരിക്കുന്ന നമ്മുടെ സുഡാപ്പി ചാനലുകാരന് എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു പരിഭ്രാന്തിയായിരുന്നു. ഈ പരിഭ്രാന്തി ഞാൻ ഈ സുഡാപ്പി ചാനലുകാരിലും കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അടികൊള്ളുന്നത് മൊത്തം സുഡാപ്പികളാണ്. അപ്പോൾ സുഡാപ്പിയെ സപ്പോർട്ട് ചെയ്യണോ എങ്കിൽ പിന്നെ മോദി അണ്ടം വലിച്ച് കയറും, മോദിയെ സപ്പോർട്ട് ചെയ്യണോ എങ്കിൽ സുഡാപ്പികൾ അണ്ടം വലിച്ച് കയറും. അങ്ങനെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സുഡാപ്പികൾ. സത്യം പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഇലക്ഷനുകൾ ജയിക്കുന്ന സമയത്തും സുഡാപ്പി ചാനൽ കാണാൻ ഭയങ്കര സുഖമാണ്. ഇവരുടെ വളരെ വിഷമിച്ചിരിക്കുന്ന മുഖങ്ങൾ, പോരാത്തതിന് ജനങ്ങളെ കുറ്റം പറയുക, ജനങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുക, അങ്ങനെയുള്ളൊരു പാരലൽ വേൾഡേ നടത്തിക്കിട്ടിരിക്കുമാറ്റി. അതായത് അവരുടെ കൊച്ചു കൊച്ചു ലോകം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമ്മൾ എന്തിനാണ് അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത് എന്ന് പലപ്പോഴും വിചാരിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ വല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ഒന്ന് കൂളാവണമെങ്കിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചയെടുത്ത് കണ്ടാൽ മതി എന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെയുള്ള ഒരു അടുപ്പ് കൂട്ടി ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസ അറിയിച്ചവരിൽ ടണ്ടടാൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു, ടടണ്ടടാൻ മോഹൻലാൽ ഉണ്ടായിരുന്നു, ടുടുടുടൂൻ നമ്മുടെ KS ചിത്ര വരെ ഉണ്ടായിരുന്നു. ഈ KS ചിത്ര ആശംസ അർപ്പിച്ചത് മറ്റേ വേട്ടാവളിയം കാണണ്ട.